വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വില്ലനായി അഭിനയിച്ച ഒരു സീരിയലിൽ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യാൻ വന്നപ്പോഴാണ് അനുമോളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് പക്ഷെ ആ സീരിയലിൽ ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ അനുമോൾക്ക് സാധിച്ചില്ല. കാരണം അനുമോളുടെ അഭിനയം അത്ര നല്ലതല്ലായിരുന്നു. അതിനുശേഷം വർഷങ്ങൾക്കപ്പുറം ഒരു റിയാലിറ്റി ഷോയിൽ വെച്ചിട്ടാണ് ഞാൻ പിന്നെയും അനുമോളെ കാണുന്നത്. അന്ന് അവളെ കാണുമ്പോൾ എനിക്ക് അവളെ ഒരു പാവം പെൺകുട്ടിയായിട്ടാണ് തോന്നിയത്. എൻ്റെ ഒരു അനിയത്തിക്കുട്ടിയെ പോലെയൊക്കെയാണ് അവളെ ഞാൻ കണക്കാക്കിയിരുന്നത്. എന്ന് വെച്ച് ഞങ്ങൾ തമ്മിൽ സ്ഥിരം കോണ്ടാക്റ്റ് ഒന്നുമില്ല. അതിനുശേഷം ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ടാണ് ഞാൻ കുറച്ചെങ്കിലും അവളോട് അടുക്കാൻ തുടങ്ങിയത്. ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് അവളെ കാണുമ്പോഴും എൻ്റെ ഒരു പാവം ചെറിയ ഒരു അനിയത്തിക്കുട്ടി എന്നുള്ള രീതി തന്നെയാണ് ഞാൻ അവളെ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങയുടെ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഷാനവാസിക്ക പറഞ്ഞ ഡയലോഗാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഷാനവാസിക്കയും നമ്മുടെ അനുമോൾക്കെതിരെ നിൽക്കുകയാണ് ഇപ്പോൾ. കാരണം കുറച്ചു മുമ്പ് ആ ഒരു ടാസ്ക് നടന്നപ്പോഴത്തേക്ക് നമ്മുടെ കിരീടം ടാസ്കിൽ ഏതായിരുന്നു കിരീടം കിരീട യുദ്ധം അതിനകത്തൊക്കെ അനുമോള് ക്യാപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഷാനവാസിക്ക് ഒരുപാട് ഉപദ്രവിച്ചു എന്ന് ഷാനവാസിക്ക് പറയുന്നു. കൂടാതെ ഈ അനുമോളുടെ പാവക്കുട്ടി ഉണ്ടല്ലോ, ആ പാവക്കുട്ടി എങ്ങാണ്ട് എടുത്തതിൻ്റെ പേരിൽ കയ്യിൽ മാന്തിയെന്നോ വിച്ചിയെന്നോ അങ്ങനെയുള്ള കുറെ കാരണങ്ങളൊക്കെ നമ്മുടെ ഷാനവാസിക്ക ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടെ നമ്മുടെ ആദില നൂറയൊക്കെ അടുത്തിരിപ്പുണ്ട്. ആദില നൂറ ഈസ് ലൈക്ക് അനുമോളുടെ കുറെ കാര്യങ്ങൾ അവർക്കറിയാം. അതായത് അനുമോളുടെ നെഗറ്റീവ് സൈഡ് അവർക്കറിയാം, അവരത് സംസാരിക്കുന്നുണ്ട് എന്ന് വെച്ച് അനുമോളെ ഒറ്റയ്ക്കാക്കുന്നില്ല എന്നേ ഉള്ളൂ ആദിലയും നൂറയും. ഇടയ്ക്കിടയ്ക്ക് അനുമോളുടെ അടുക്കെ പോയിരുന്ന് അനുമോളോട് സംസാരിക്കുന്നതും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ബാക്കി എല്ലാവരും അനുമോളെ പറ്റി പറയുന്നത് ആദില നൂറ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആദില പറയേണ്ട കാര്യങ്ങൾ, അതായത് അനുമോൾക്ക് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്ന് അവരത് മനസ്സിലാക്കുന്നുണ്ട്. അത് അനുമോളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആദില. പക്ഷെ അനുമോൾ അത് കേട്ട ഭാവം പോലും ധരിക്കുന്നില്ല. പക്ഷെ അത് ബാക്കിയുള്ളവരോട്, ഇവരോട് വന്ന് പരാതി പറയുന്നവരോട് ഇവരത് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ആദില. അങ്ങനെയാണ് നമ്മുടെ ഷാനവാസിക്ക ഈ ഒരു കഥയൊക്കെ അവിടെ ഇരുന്ന് അതിലോടാണ് ബേസിക്കലി ഇരുന്ന് കൂടുതലായിട്ട് പറയുന്നത്. പിന്നെ അക്ബർ ഉണ്ട്. ആ സമയത്ത് അക്ബറിനോട് പറയുന്നുണ്ട് ഈ അവൾ കാരണമാണ് ഞാനും അക്ബറും നമ്മൾ വഴക്കുണ്ടായതെന്ന്. കാരണം ഈ അന്ന് മറ്റേ ചെരുപ്പ് വലിച്ചെറിഞ്ഞ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അനുമോള് പുറത്തു പോയി ഷാനവാസിനെ വിളിച്ചുകൊണ്ട് വരുമായിരുന്നു ഇത് ചോദിക്കാൻ വേണ്ടി. ആ സമയത്താണ് ഷാനവാസും അക്ബറും കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആവുന്നതും അടുത്ത ദിവസം ഒച്ചയമ്പളം ഉണ്ടാവുന്നതും കൺഫെഷൻ റൂമിൽ ബിഗ് ബോസ് വിളിക്കുന്നതും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പം അതൊക്കെ ഷാനവാസ് ഇപ്പൊ പറയുന്നുണ്ട്, അവള് കാരണമാണ്, അവൾക്ക് വേണ്ടിയാണ് ഞാൻ അന്ന് ആ പ്രശ്നം ഉണ്ടാക്കിയത്, എന്നെ ബിഗ് ബോസ് വിളിച്ച് അകത്തൊക്കെ കൊണ്ടുപോയത്. പക്ഷെ അതിൻ്റെ ഒന്നും ഒരു നന്ദി അവക്കില്ല എന്നൊക്കെ ഷാനവാസ് പറയുന്നത് കേട്ടു. അപ്പൊ എനിക്ക് ഷാനവാസ് പറഞ്ഞത് ഓക്കെ, ഷാനവാസിന്റെ പെർസ്പെക്റ്റീവ്, അനുമോൾ അത്ര നല്ല പുള്ളിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അനുമോൾ ഒരു ഗെയിമറാണ് അനുമോള്. പക്ഷെ അനുമോളുടെ ഗെയിം അത്ര നല്ല ഗെയിമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ നല്ല ഗെയിമാണെന്നൊന്നും പറയത്തില്ല. കുറച്ച് ചീപ്പായിട്ടുള്ള ഗെയിമാണ്. പക്ഷേ അനുമോള് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസിന് കണ്ടന്റ് കൊടുക്കും, അതെൻ്റെ ജോലിയാണ്. ആ ജോലി അനുമോള് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഡെയിലി ഒറ്റയ്ക്ക് നടന്നിട്ടാണെങ്കിലും ശരി, പാവക്കുട്ടിയെ കെട്ടിപ്പിടിച്ചിട്ടാണെങ്കിലും ശരി, മറ്റേ ഒറ്റപ്പെടൽ കാർഡ് അത് തന്നെ അതൊക്കെ ഇറക്കിയിട്ടാണെങ്കിലും ഒക്കെ അനുമോള് കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. സോ ആസ് എ ഗെയിമർ എന്തെങ്കിലുമൊക്കെ ഗെയിമുകൾ അനുമോള് കളിക്കുന്നുണ്ട്. പക്ഷെ ആ ഗെയിമുകൾ കൂടെ നിന്ന അല്ലെങ്കിൽ അനുമോളെ ഒരുപാട് സ്നേഹിച്ച ആളുകളെ വെറുപ്പിക്കുന്ന കുറച്ച് ഗെയിമുകളാണ്. അതല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. അതാണ് ഷാനവാസ് ഇപ്പോൾ പറയുന്നത്. ഷാനവാസിന് അത് ഭയങ്കരമായിട്ട് ഹേർട്ടായി. അക്ബറും പറയുന്നുണ്ട്, ഇപ്പൊ ഈ പാവയെ എടുത്തതിന് കയ്യെ മാന്തി എന്നൊക്കെ പറയുന്നത് ഇപ്പൊ അക്ബർ പറയുന്നുണ്ട്, ഇതിപ്പോ ആര്യനോ അല്ലെങ്കിൽ അപ്പാനിയോ ഒക്കെയാണ് ചെയ്തതെങ്കിൽ അവൾ മാന്തിയാൽ അതിനകത്തൊരു കാരണമുണ്ട്. ഓക്കെ, കാരണം അല്ലെങ്കിൽ എന്നെ മാന്തിയാലും കാരണമുണ്ട്. കാരണം ഞങ്ങൾ ഇവിടെ മാക്സിമം ചൊറിയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ അവൾക്ക് മാന്തുവോ വിച്ചോ എന്താന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷെ ഷാനവാസ് അങ്ങനെയല്ല. ഷാനവാസ് ആ പാവ എടുത്തപ്പോൾ അത് എറിയാനാണെന്നൊക്കെ ചിന്തിച്ചിട്ട് പോയി മാന്തുക വിച്ച് അതിന്റെ പേരിൽ അതിന്റെ ആവശ്യമില്ല എന്ന് അക്ബറും പറയുന്നുണ്ട്. അക്ബർ ആ പറഞ്ഞ പോയിന്റിനോട് ഞാൻ 101% യോജിക്കുന്നു. കാരണം കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ബാക്കിയുള്ള ആര്യൻ അപ്പാനിയൊക്കെ ചെയ്താൽ മനസ്സിലാക്കാം, അപ്പൊ പോയി അനുമോൾക്ക് ചൊറിയാം. ഷാനവാസ് അങ്ങനെ ഒരാളല്ല. ഷാനവാസ് അനുമോളോട് എന്തൊക്കെ പ്രശ്നം അവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഷാനവാസ് ഇത്തിരി സ്നേഹം എപ്പോഴും അനുമോളോട് കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ആ ഒരു വ്യക്തിയും കൂടെ അനുമോളെ വെറുത്തിരിക്കുകയാണ്. ഇത് പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്ക് അനുമോളെ ബാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. കാരണം പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഈ അകത്തുള്ള വർഷങ്ങളായിട്ട് അറിയാവുന്ന ഈ സുഹൃത്തുക്കളൊക്കെ ജിഷിനെയൊക്കെ അറിയാവുന്നതാണ്. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ ഇവരൊക്കെ കൂടെ ഉണ്ടാവുമോ എന്നൊന്നും അറിയത്തില്ല. പിന്നെ ഈ അഭിനയം കൊള്ളത്തില്ല അനുമോളുടെ എന്ന് ഇടക്കിടയ്ക്ക് അവിടെ പറയുന്നുണ്ട്, അതിൻ്റെ പേരിൽ കളിയാക്കുന്നുമുണ്ട്. സോ ആ സാധനമൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അനുമോളുടെ അഭിനയ ലൈഫിനെ ബാധിക്കുമോ എന്നുള്ളൊരു സംശയമൊക്കെ എനിക്കുണ്ട്. ഇത് പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ഒക്കെ പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ,
അവിടെ ഇതൊക്കെ പണിയാകുമോ എന്നുള്ളൊരു സംശയം. ഇപ്പൊ അനുമോളെ എന്താണ്, അനുമോൾക്ക് PR ഉണ്ട്. അപ്പം എന്താണെങ്കിലും ഇപ്പൊ ഇതിന്റെ അടിയിലും കുറെ തെറിയൊക്കെ പറയും, അനുമോൾ ലവ് കുറെ കാണും, എനിക്കറിയാം. പിന്നെ കുറെ പേര് അനുമോളെ ശരിക്കും സ്നേഹിച്ചിട്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അനുമോളുടെ ഗെയിം എന്ന് പറയുന്നത് വീട്ടമ്മമാരെ ചാക്കിട്ട് പിടിക്കുന്ന ഒരു ഗെയിമാണ്. അത് നല്ല രീതിയിൽ അനുമോൾ ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാട് ചേച്ചിമാർ വീഴുന്നുമുണ്ട്. അവരൊക്കെ അനുമോളോട് സ്നേഹം കാണിക്കും, അവർക്ക് വേണ്ടി വോട്ട് ചെയ്യും. ചെയ്യട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും വേണ്ടെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഒരു BB മെറ്റീരിയൽ ആണോ അനുമോളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് BB മെറ്റീരിയൽ ആണ് അനുമോളും. വൃത്തികേടുകൾ കഴിഞ്ഞ ദിവസത്തെ ജിസൈലിന്റെ മറ്റേ നമ്മുടെ ആര്യന്റെ കേസ് അങ്ങ് കുത്തി പുകച്ച് നല്ല രീതിയിൽ പുകച്ചില്ലേ? അതൊക്കെ ഒരു BB മെറ്റീരിയലിന്റെ ഒരു കഴിവ് തന്നെയാ. പിന്നെ അവളാ ചെയ്തത് ചീപ്പാണ്, മറ്റേതാണ്, മറിച്ചതാണ് എല്ലാവരും പറയും. ഇപ്പൊ അതിനകത്ത് നിൽക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും, ഓരോ കണ്ടസ്റ്റന്റും ഏതെങ്കിലുമൊക്കെ ഒരു സൈഡ് എത്തുമ്പോഴത്തേക്ക് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടി കാണിക്കും. കാരണം അവരുടെ കണ്ടന്റിന് വേണ്ടി. മനസ്സിലായില്ലേ? ഇതിനു മുമ്പുള്ള എന്തോരം സീസൺ ഉണ്ടായിരുന്നു, ഇതുപോലുള്ള പല ആളുകളുണ്ടായിരുന്നല്ലോ. പക്ഷെ അവരൊക്കെ കണ്ടന്റ് ആണ് നോക്കുന്നത്. അനുമോളും കണ്ടന്റ് നോക്കുന്നുണ്ട്. നോക്കട്ടെ, അതിനകത്തൊന്നും ഞാൻ ഒരിക്കലും കുറ്റം പറയത്തൊന്നുമില്ല. അത് അത്ര തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50-50 ആണ്. ഞാൻ അത്രേ പറയത്തുള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് അതിനകത്തൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. പിന്നെ ഗെയിമല്ലേ ഇത് ജീവിതമല്ലല്ലോ, ഒരു ഗെയിമാണല്ലോ അതിനകത്ത് നടക്കുന്നത്. ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാന്നാണല്ലോ അതിൻ്റെ ഒരു ബേസിക് ഒരു തിങ് എന്ന് പറയുന്നത്. അത് അനുമോൾക്ക് പറ്റുന്ന രീതിയിൽ അനുമോൾ ചെയ്യുന്നു. അനുമോൾ ഉള്ളതുകൊണ്ട് തന്നെ അനുമോൾ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നതാണ് കൊണ്ട് തന്നെ എത്ര പേര് വേറെ ആൾക്കാർ കണ്ടന്റ് ഉണ്ടാക്കുന്നു. അക്ബർ എന്താണ് ഇപ്പൊ ഇരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അക്ബർ നല്ല കനത്ത രീതിയിൽ കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക, പാട്ട് പാടിക്കൊണ്ടിരിപ്പുണ്ട് അവിടെ നല്ല രീതിയിൽ. അനുമോളെ എന്താ മഞ്ഞപ്പല്ലി അനുമോളെ എന്നൊക്കെ വിളിച്ചിട്ട്, എന്താ തെക്കും ഭാഗം മഞ്ഞപ്പല്ലി അനുമോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ വരെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അക്ബർ അനുമോളുടെ പുറകെ പോകുന്നത്. ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുമായിരുന്നു. ഇപ്പൊ അതാ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അത് പിന്നെ കിട്ടിയൊരു അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു സ്ട്രാറ്റജി എന്നോ അല്ലെങ്കിൽ കിട്ടിയൊരു സാഹചര്യം. അക്ബറും നല്ല രീതിയിലാണ്. അപ്പാനിയെ കുറിച്ച് പിന്നെ കണ്ടില്ലേ? അപ്പാനി മുതലെടുക്കും, അതിനകത്ത് തെറ്റൊന്നുമില്ല. ഗെയിമാണ്, മുതലെടുത്തോട്ടെ. പക്ഷെ അപ്പാനി സംസാരിക്കുമ്പോൾ കുറച്ച് ഓവറായിട്ട് മറ്റേ മുഖത്ത് തുപ്പിയടി നിന്നെ ഞാൻ കറക്കിച്ച് അതൊക്കെ കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നി. അതൊക്കെ അപ്പാനിക്ക് തന്നെ തിരിച്ച് കുത്താനായിട്ടുള്ള കുത്ത് കിട്ടും. പിന്നെ അക്ബർ ഇതുപോലുള്ള ചെറിയ പാട്ടുകൾ, പക്ഷെ ഇച്ചിരിയെങ്കിലും ഇത്തിരി ക്വാളിറ്റി വന്നിട്ടുണ്ട്. മറ്റേ വെറും വൃത്തികെട്ട രീതിയിലോട്ടുള്ള ഒരു സാധനം പോവാതെ എന്തായാലും അനുമോളെ ചൊറിയുന്നുണ്ട്. ഇതൊക്കെ അനുമോൾ ഉള്ളതുകൊണ്ടല്ലേ? അതും കൂടെ എല്ലാവരും ഒന്ന് ആലോചിക്കണം. അനുമോളുടെ 3rd റേറ്റ് ഗെയിമാണ്, അനുമോളുടെ ആ ഗെയിമാണ് ഈ ഗെയിമാണെന്ന് പറയുന്നത് എല്ലാവരും ആലോചിക്കണം. അനുമോൾ ഉള്ളതുകൊണ്ട് തന്നെ അപ്പാനി അക്ബറിനൊക്കെ നല്ല രീതി കണ്ടന്റ് കിട്ടുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ ഷാനവാസ് കാക്കയാണെങ്കിലും കുറെ നേരമായിട്ട് അനുമോളെ പിടിച്ചായിരിക്കുന്നത്. ഷാനവാസ് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ആദിലെ ആണെങ്കിലും നൂറെ ആണെങ്കിലും എല്ലാവരും, ശൈത്യയാണെങ്കിൽ പോലും ഇപ്പോഴും ശൈത്യ നേരത്തെ അനുമോളെ താങ്ങിക്കൊണ്ടാണ് നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ അനുമോളുടെ കണ്ടന്റ്, അനുമോളെ കുറ്റം പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കി നടക്കുക. സോ അതിനകത്തുള്ള ഒരിക്കലും ഒരു 4-5 പേരെങ്കിലും ഡെയിലി അനുമോളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് അനുമോളും സ്വന്തമായിട്ട് കുറെ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. കരച്ചിൽ കാർഡും പാവക്കാർഡും അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് കണ്ടന്റ് പുറത്തേക്ക് വരുന്നുണ്ടോ? ഞാൻ അത്രയേ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. എല്ലാവരെയും, ഒരാളെ ഒഴിച്ച്. അവനെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ഞാൻ തുടക്കം തൊട്ട് പറയുന്നതാ ആര്യൻ. അതെന്തോ എനിക്ക് അത്ര അങ്ങോട്ട് നല്ലൊരു എന്തോ എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായമാണ്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പല ആളുകളും പറഞ്ഞ് ഞാൻ കേട്ടു, ആര്യൻ മറ്റേ അറിവില്ലാത്തത് കൊണ്ടാണ്, പാവമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ അവൻ്റെ വായിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങൾ ഇന്നലെ തന്നെ കണ്ടില്ലേ, ആ രേണു വേണ്ട, എനിക്കിനി അത് പറയാൻ താല്പര്യമില്ല. അങ്ങനെയുള്ള കുറെ പരിപാടികൾ ഈ ആര്യൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. എന്തോ എനിക്കൊരു ഗെയിമറായിട്ടൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അക്ബറും അനുമോളെ അവിടെ നിന്ന് ഇങ്ങനെ ചൊറിയുന്ന പരിപാടി തുടങ്ങുന്നതുകൊണ്ട് തന്നെ, തുടർന്ന് പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അനീഷ് ഇതിൻ്റെ ഇടയ്ക്കോട്ട് കയറിയിട്ടുണ്ട്. അനീഷ് ഇടയ്ക്ക് ചാടി വീണിട്ട് അക്ബറിനോട് പറയുന്നുണ്ട്, അക്ബറെ നിർത്തിക്കൂടെ, മതിയാക്ക്, എന്തുവാ ഇത്? കാരണം അനീഷിന് തലയ്ക്കകത്ത് ഇത്തിരി മൂലയുണ്ട്. അനീഷിന് അറിയാം ഇത് അനുമോക്ക് മറ്റേ വൻ രീതിയിലുള്ള ബൂസ്റ്റ് കിട്ടാനുള്ള പരിപാടി അവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന്മാർക്ക് അറിയത്തില്ലെങ്കിലും അനീഷിന് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അനീഷ് പറയുന്നുണ്ട്, നിർത്ത്, മതി, 2 ആഴ്ച മുമ്പത്തെ കാര്യം വരെയൊക്കെ എടുത്ത് നീയൊക്കെ ഇവിടെ പറയുന്നുണ്ട്, മതി എന്നൊക്കെ പറഞ്ഞ് അനീഷ് ഇടയ്ക്ക് വീഴുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ അനുമോക്ക് കണ്ടന്റ് കിട്ടണ്ട, അവർക്ക് അത്രയും ബൂസ്റ്റ് വേണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും അനീഷ്. ഇല്ലെങ്കിൽ മനുഷ്യത്വപരമായി ചിലപ്പോൾ ചിന്തിച്ചിട്ടായിരിക്കാം. എന്താണെങ്കിലും നമ്മുടെ അനീഷ് അതിൻ്റെ ഇടയ്ക്ക് കയറി ഇടപെടുന്നുണ്ട്. അതിനുശേഷം ഒരു സൈഡിൽ നമ്മുടെ കട്ടിലിൽ കിടക്കുകയാണ് നെവിനും പ്രവീണും. 2 പേരും കൂടെ അവിടെ ഇരുന്ന് കഥ പറയുന്നുണ്ട്. പിന്നെ നെവിന് മിണ്ടാൻ പറ്റത്തില്ല, പ്രവീൺ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട്, ഈ അക്ബർ ഷാനവാസ് ഇപ്പം രാവിലെ എന്ന് പറയുന്നില്ല, കുറച്ച് മുമ്പ് നമ്മുടെ മറ്റേ സാധനം എന്താണ്, അയ്യോ നമ്മുടെ ആ ഒരു ടാസ്കിൻ്റെ പേര് ഞാൻ മറന്നുപോയി, മറ്റേ കിരീടം, ആ ഒരു ടാസ്ക് അങ്ങോട്ട് കഴിഞ്ഞല്ലോ. അപ്പം 2nd റൗണ്ട് കിരീട യുദ്ധം, അതിൻ്റെ 2nd റൗണ്ട് കൂടെ കഴിഞ്ഞപ്പോൾ, 2nd റൗണ്ട് അല്ല 3rd റൗണ്ട് ആണോ കഴിഞ്ഞത്, 2nd റൗണ്ട്. അപ്പോൾ ആ റൗണ്ട് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ
അക്ബറും ഷാനവാസും ഉള്ള ടീം, രേണുവിന്റെ ടീം അത് പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പ്രവീൺ അവിടെ നിന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. KP നമ്പൂതിരീസിന്റെ മറ്റേ ഏറ്റവും നല്ല സ്ട്രോങ് ടീത്ത് ആരുടെയാണെന്നുള്ളൊരു പരിപാടി അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മുടെ ജിസൈലിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അനീഷ് വന്നിട്ട് നെവിനെ ഒന്ന് കുത്തിപ്പൊക്കുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട്. അത് ഈ പ്രവീണും നെവിനും കൂടെ കട്ടിലെ കിടക്കുന്ന സംഗതി പറഞ്ഞല്ലോ. അപ്പോൾ ഇവരോടെ കിടക്കുമ്പോഴത്തേക്ക് പുറത്തെവിടെയോ ഒരു ഗ്ലാസ് പൊട്ടിയിരിപ്പുണ്ട്. അത് ഭയങ്കര രസമാട്ടോ. ഇടയ്ക്ക് അനീഷും നമ്മുടെ നെവിനും കൂടെ വരുമ്പോഴത്തേക്ക് നല്ല ഒരു തമാശ ഇടയ്ക്ക് പൊട്ടാറുണ്ട്. അപ്പോൾ ഗ്ലാസ് പുറത്തെങ്ങാണ്ട് പൊട്ടിയിരിപ്പുണ്ട്. അപ്പോൾ അതെടുത്ത് കളയണം. അതിന് വേണ്ടിയിട്ട് അനീഷ് കയറി വന്നിട്ട് നെവിനെ കുത്തിപ്പൊക്കുന്നുണ്ട്. നെവിനെ എണീറ്റ് വാ, നെവിനെ ക്യാപ്റ്റൻ എണീക്കൂ, ക്യാപ്റ്റൻ എന്താണ് ഇങ്ങനെ, കമോൺ ചാടി എണീക്കൂ. നെവിനാണെങ്കിൽ വയ്യ. നെവിൻ അവിടുന്ന് എങ്ങനെയൊക്കെയോ കുത്തിപ്പൊങ്ങി എണീക്കുന്നുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, നെവിൻ ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നെവിൻ അങ്ങ് ചെയ്യുന്നുണ്ട്. പിടികിട്ടിയില്ലേ? ഒരു ക്യാപ്റ്റനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നെവിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ, നെവിൻ ഇപ്പോൾ വരാൻ പറ്റത്തില്ല, അനീഷ നീ പോ, ഞാൻ പിന്നെ ഒന്ന് ചെയ്തോളാം, അല്ലെങ്കിൽ സംസാരിക്കണ്ട, കൈ കാണിച്ചാണെങ്കിലും വിടാം, എന്നിട്ട് ആംഗ്യത്തിൽ പറയാം ഞാൻ വന്നോളാം, വിട്ടോളം എന്നുള്ളൊരു കാര്യം ചെയ്യാം. പക്ഷെ അപ്പോഴും അനീഷ് വിളിച്ചപ്പോഴത്തേക്ക് എണീറ്റ് ചെല്ലുന്നുണ്ട് നെവിൻ. എന്നിട്ട് പോകുന്ന വഴിക്ക് മെല്ലെ നെവിൻ പറയുന്നുണ്ട്, ഇയാളെ കൊണ്ട് ഞാൻ തോറ്റ് എന്നൊക്കെ നെവിൻ പറയുന്നത് കേൾക്കാം. അപ്പോൾ എന്താണെങ്കിലും ഗ്ലാസ് പൊട്ടിക്കിടപ്പുണ്ട്. ആ ഗ്ലാസ് എടുത്ത് ക്ലീൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നെവിനും കൂടെ ചെന്നിട്ട് രണ്ടുപേരും കൂടി അത് ക്ലീൻ ചെയ്ത് എന്തായാലും കളയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അനുമോളുടെ പുറകെ നടക്കുക, കണ്ടന്റ് ഉണ്ടാക്കുക, അതാണ് അവിടുത്തെ കുറേ എണ്ണത്തിൻ്റെ ജോലി. വേറെ എന്ത് പറയാനാ ഇവരെയൊക്കെ? പുതിയ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് പിടിക്കുമെന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. പുതിയ കണ്ടന്റുകൾ വരുമായിരിക്കും, വേറെ സാധനങ്ങളൊക്കെ പിടിച്ചു പോകുമായിരിക്കും. എവിടെ? എല്ലാത്തിൻ്റെ അവസാനം ചെല്ല് നിൽക്കുന്നത് അനുമോളിലേക്ക്. പിന്നെ അനുമോൾ ഗെയിമർ അല്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അനുമോളാണ് ഗെയിമർ. അനുമോൾ ഒരു ഗെയിമർ തന്നെയാണ്, ഗെയിമർ അല്ലാന്ന് പറയാൻ പറ്റത്തില്ല. അനുമോൾ അവിടെ ഗെയിമറായിട്ട് നിൽക്കുന്നത് കൊണ്ടും കണ്ടന്റ് ഉണ്ടാക്കുന്നതുകൊണ്ടുമാണ് ബാക്കി ഒരു 3-4 എണ്ണം അതിൻ്റെ പുറകെ പോയി കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ഇപ്പം അപ്പാനി മെയിനായിട്ട് ഞാൻ വിചാരിച്ച അപ്പാനിയൊക്കെ വേറെ സൈഡിലേക്ക് പോയി വേറെ കോണ്ടന്റുകളും വേറെ പുതിയ വൈൽഡ് കാർഡിൻ്റെ ഒക്കെ പുറകെ പോയി ജിഷിൻ്റെ ഒക്കെ പുറകെ പോയി പിടിക്കുമായിരിക്കും എവിടുന്നിട്ട്. അപ്പോഴും അനുമോള് വേണം എല്ലാത്തിനും. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഞാൻ ബാക്കി പോയി കാണട്ടെ, എന്നിട്ട് അടുത്തൊരു വീഡിയോ അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.